മച്ചന്മാരെ 300 പേര് 400 പേര് വന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു വരണയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ബീച്ചിൽ വന്നേക്കനാണ് സർഫിങ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഹാസിഫ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ചെയ്യണത്. അപ്പോൾ അതിന് ഫസ്റ്റ് ലെസൺ എന്തോ തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇരിക്കുന്ന സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരു പിടുത്തവും ഇല്ല. നോക്കട്ടെ, ഇത് സെറ്റാണെങ്കിൽ പഠിക്കണമെങ്കിൽ നമുക്ക് കൊച്ചിയിലും ഒരു ബോർഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ലെസൺ എങ്ങനെ നോക്കട്ടെ, ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കട്ടെ. ഓക്കെ ഗായ്സ്, സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ്റെ എയിം എന്ന് പറയുമ്പോൾ സർഫിങ്ങിൻ്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്യുക, ഒരു മെമ്മറബിൾ ഡേ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ സർഫിങ്ങിൽ മോസ്റ്റ്ലി നമ്മൾ 2 ടൈപ്സ് ഓഫ് ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലോങ് ബോർഡും ഒന്ന് ഷോർട്ട് ബോർഡും. സോ നമ്മൾ ബിഗിനിങ് ലെവലിൽ നമ്മൾ ലോങ് ബോർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ ലോങ് ബോർഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് വേവ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും ലെസ് എഫേർട്ടിൽ. സോ അതിൽ നല്ല രീതിയിൽ കംഫർട്ടബിളായി നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഷോർട്ട് ബോർഡ് യൂസ് ചെയ്യാം. ഷോർട്ട് ബോർഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ സർഫേസാണ് യൂസ് ചെയ്യുന്നത്. ട്രിക്സും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ട് ബോർഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോങ് ബോർഡ് നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ടേണിങ് കുറച്ച് പാടായിരിക്കും. അതുപോലെ ഷോർട്ട് ബോർഡിൽ ഡിഫിക്കൽട്ടാണ് കൺട്രോൾ ചെയ്യാൻ, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ്. സോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ലോങ് ബോർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ലോങ് ബോർഡിലൊരു 2-3 വീക്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ കംഫർട്ട് ആയ ശേഷം ബോർഡിൻ്റെ സൈസ് നിങ്ങൾക്ക് കുറയ്ക്കാം. സോ ലോങ് ബോർഡിൽ ആദ്യം ഒരു 9 ഫീറ്റ് ബോർഡൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇതൊരു 8.2 ആണ്. ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഡെക്കാത്തലോണിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. അതിനുശേഷം 7, 6, 5 വരെ യൂസ് ചെയ്യാം നമ്മുടെ ഹൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതേ ഒരു സ്കേറ്റ് ബോർഡിൻ്റെ സൈസിലൊക്കെ നമുക്ക് ആ ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സർഫ് ബോർഡിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിന് നമ്മൾ നോസ് എന്നാണ് പറയുന്നത്. നോസ്, ഇത് ബാക്ക് എൻഡ്, ഇതിന് ടെയിൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മിഡിൽ പോർഷൻ. ഇതിന് ഡെക്ക് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ലെഗ്സ് പ്ലേസ് ചെയ്യുന്നത് സ്റ്റാൻഡ് ചെയ്യാൻ നേരത്ത്. ഓക്കെ, സോ ഇതാണ് ബോർഡിൻ്റെ ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിൽ നോക്കുമ്പോഴത്തേക്കും ഈ 2 സൈഡ്സിനും റെയിൽസ് എന്ന് പറയും, റെയിൽസ്. ഓക്കെ, സോ പിന്നെ വരുന്നത് ഫിന്നാണ് വരുന്നത്. ഫിന്ന് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിന്നില്ലാന്നുണ്ടെങ്കിൽ ബോർഡ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പോകത്തില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിന്ന് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. 2 ഫിൻ യൂസ് ചെയ്യും, 3 ഫിൻ യൂസ് ചെയ്യും, 4 ഫിൻ യൂസ് ചെയ്യും, 5 ഫിൻ യൂസ് ചെയ്യും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ റൈറ്റ് ഫിൻ സെറ്റപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് വൺ, ഇതാണ് നമ്മുടെ സേഫ്റ്റി. ജസ്റ്റ് ഊരി മാറ്റാൻ പറ്റും. ഇതൊരു ഇവിടെ സ്ക്രൂ കൊണ്ട് ഊരി മാറ്റാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ലീഷ്, നമ്മുടെ സേഫ്റ്റി. ഇതെപ്പോഴും നമ്മുടെ സ്ട്രോങ് ലെഗിൽ ടൈറ്റ് ചെയ്തിരിക്കണം. സോ ജസ്റ്റ് ലൈക്ക് ലൈഫ് ജാക്കറ്റ്. സോ നിങ്ങളുടെ സ്ട്രോങ് ലെഗ് ഏതാണ്? റൈറ്റ്. ഓക്കെ, ബ്രോ സ്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? റോ സ്കേറ്റ് ചെയ്യുമ്പോൾ ഏത് കാല ഫ്രണ്ടിൽ വരുന്നത്? റോളർ സ്കേറ്റ്. സോറി ആണല്ലേ. ഓക്കെ, ബ്രോയുടെ ഏറ്റവും വാക്ക് ഏതാണോ ആ കാല് ബാക്കിൽ വരണം. ഓക്കെ, ബ്രോ സ്കേറ്റ് ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചെയ്യുന്നത് റൈറ്റ് ആണ് ബാക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സ്ട്രോങ് ലെഗിലായിരിക്കണം ഇത് ടൈറ്റ് ചെയ്യണം. നിങ്ങളുടെ റൈറ്റ് ലെഗിൽ ഇത് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷൻ എപ്പോഴും നമ്മുടെ ലെഗിൻ്റെ ഔട്ടർ സൈഡിലായിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ലീഷിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോർഡ് ഒരു ഫ്ലോട്ടിംഗ് മെറ്റീരിയലാണ്. എപ്പോഴും ബോർഡ് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ടായിട്ട് കിടക്കും. ഓക്കെ, സോ ലീഷ് ഉണ്ടായിട്ട് ബോർഡ് ഒരുപാട് ദൂരം നമ്മൾ വിട്ട് പോകത്തില്ല. ഇതാണ് ഒരു മാക്സിമം ഡിസ്റ്റൻസ് ആണ്. സോ ഇത്രയും ദൂരം പോയാൽ പോലും നമുക്ക് ഈസി ആയിട്ട് ബോർഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റും. തിരിച്ചെടുത്ത് ബോർഡിൻ്റെ മേളിൽ കയറി കിടന്നാൽ മതിയാവും. സോ നമ്മളപ്പോൾ വെള്ളത്തിൻ്റെ മേളിലായിരിക്കും. സോ നമുക്ക് സ്വിമ്മിങ് അത്ര നല്ല രീതിയിൽ അറിയണമെന്നില്ല, ഒരു ആവറേജ് സ്വിമ്മിങ്. വെള്ളത്തിൽ അറിയാത്ത ആൾക്കാർക്ക് വലിയ വിഷയമില്ല. ബിഗിനേഴ്സിന് നമ്മളൊരു ഹിപ്പ് ലെവൽ വാട്ടറിലേ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ലെവൽ ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന സമയത്തായാലും നല്ല പ്രോ സ്വിമ്മർ ആവണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. കാര്യം നമ്മുടെ എപ്പോഴും ബോർഡും ഉണ്ട് ലീഷും ഉണ്ട്. സോ ഇതൊരു ഫ്ലോട്ടിംഗ് മെറ്റീരിയലാണ്ട് ബോർഡിലാണ് ഫുൾ ടൈം നമ്മൾ സർഫ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലൈഫ് ജാക്കറ്റ് പോലെ നമ്മളെപ്പോഴും ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ലീഷ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സേഫ്റ്റി. ഓക്കെ, സോ ദ ഫ്രണ്ട് പാർട്ട് സൂപ്പർ, ബാക്ക് ആൻഡ് ടെയിൽ, മിഡിൽ, ഡെക്ക് സൂപ്പർ, സൈഡ്സ് റെയിൽ. ഓക്കെ, അതിനുശേഷം ഫിന്നും ലീഷ്. ഓക്കെ, ജസ്റ്റ് ബേസിക് ഗൈസ്. സോ അടുത്തതെന്ന് പറയുമ്പോൾ ബോളിൽ എങ്ങനെ കറക്റ്റായിട്ട് കയറാം, കറക്റ്റായിട്ട് എങ്ങനെ പൊസിഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബോൾ എൻ്റർ ചെയ്യാൻ നേരത്ത് 2 ഹാൻഡ്സും 2 റെയിൽസിലായിട്ട് പിടിക്കുക, മിഡിൽ പോർഷനിലായിട്ട്. എന്നിട്ട് നമ്മുടെ അപ്പർ ബോഡി എൻ്റർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലെഗ്സ് റൊട്ടേറ്റ് ചെയ്യുക. സോ ബോളിൽ കയറിയ ഉടനെ തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് മിഡിലായിട്ട് പ്ലേസ് ചെയ്യുക ബോർഡിൻ്റെ. സോ ഈ ബോളിൽ നിങ്ങൾ ജസ്റ്റ് എൻഡിലായിട്ട് ലെഗ് പ്ലേസ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ടോസ് വെച്ച് സപ്പോർട്ട് ചെയ്യുക, ക്ലോസ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വയ്ക്കുക. ഓക്കെ, സോ നമ്മൾ ഒരുപാട് മുമ്പിലാണെങ്കിൽ ഒരുപാട് വെയിറ്റ് നോസിൽ കൊടുക്കുകയാണ്. അപ്പോൾ നോസ് താഴ്ന്നു പോകും. നോസ് ഡൈവ് എന്ന് പറയും. നിങ്ങൾ ബാക്കിലാണെങ്കിൽ ബോർഡ് ഫാസ്റ്റായിട്ട് മൂവ് ആവത്തില്ല.
സോ എപ്പോഴും ജസ്റ്റ് മിഡിലായിട്ട് വെയിറ്റ് പ്ലേസ് ചെയ്യുക. ഷോർട്ട് ബോളിലാകുമ്പോഴത്തേക്കും നമ്മുടെ ലോവർ ബോഡി എപ്പോഴും വെളിയിലായിരിക്കും, ബിക്കോസ് അത് ചെറിയ ബോർഡായിരുന്നു. ഈ ബോളിൽ ജസ്റ്റ് ഇതിൻ്റെ എൻഡിലായിട്ടിരിക്കുക. ഓക്കെ, അതാണ് ബോഡി പൊസിഷൻ. ഒരു വട്ടോട്ട് കാണിക്കാം. 2 ഹാൻഡ്സും റെയിൽസിൽ വരിക മിഡിലിൽ, എന്നിട്ട് ചെസ്റ്റ്, എന്നിട്ട് ലെഗ്സ്, എന്നിട്ട് മിഡിലായിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ബോളിൽ കയറി കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ഇനി നമ്മൾ വേവ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഇതൊരു വേവാന്ന് ഇമാജിൻ ചെയ്യുക. ഈ ഒരു വേവ് നമ്മുടെ അടുത്തോട്ട് വരുന്നോറും നമ്മൾ ബോർഡ് മൂവ് ചെയ്യണം, പാഡിൽ ചെയ്ത് സ്വിമ്മിങ് പോലെ. സോ ഇങ്ങനെ പാഡിൽ ബോർഡ് മൂവ് ആവുന്നതും ഈ തിര വന്ന് ബോർഡിൻ്റെ എൻഡിലായിട്ട് ഹിറ്റ് ആകുമ്പോഴത്തേക്കും ബോർഡ് മുന്നോട്ട് മൂവ് ആവും. സോ ആ സമയത്താണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യേണ്ടുള്ളത്. അതിന് പോപ്പപ്പ് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ബോളിൽ കറക്റ്റായിട്ട് കിടന്നു, തിര വരുന്നു, അപ്പോൾ നമ്മൾ പാഡിൽ ചെയ്ത് ബോർഡ് മൂവ് ആക്കണം. സോ പാഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹാൻഡ്സും ഇതുപോലെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് മുതലിൽ ഫസ്റ്റ് ഫിംഗർ വെള്ളത്തിലിറങ്ങണം. ആ സമയത്ത് ഈ എൽബോ സ്ട്രേറ്റ് ആയിരിക്കണം. നല്ല ഡീപ്പായിട്ട് പോയിട്ട് ലോങ് ആയിട്ട് ബാക്കിലോട്ട് വാട്ടർ പുഷ് ചെയ്യണം. ഓക്കെ, അതുപോലെ 1 by 1 ആയിട്ട്. സോ പാഡിൽ ഒരു 8 സ്ട്രോക്ക് ചെയ്യണമെന്നാണ് നോർമലി പറയുന്നത്. 8 സ്ട്രോക്ക് ചെയ്യുമ്പോഴത്തേക്കും വേവ് ക്യാച്ച് ചെയ്യും. ഡിപ്പെൻസ് ഓൺ ദ വേവ് ആണ്. ചില വേവ് 2-3 സ്ട്രോക്ക് മതിയാവും. അല്ല, പാഡിൽ ചെയ്യുന്നു, ബോർഡ് മൂവ് ആവുന്നു, ആ സമയത്താണ് സ്റ്റാൻഡ് ചെയ്യാനുള്ളത്. സോ ബോർഡ് മൂവ് ആയി തുടങ്ങുന്നതും നിങ്ങളുടെ ഹാൻഡ്സ് ചെസ്റ്റിൻ്റെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ആർച്ച് ചെയ്യുക. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നിങ്ങൾ എത്രത്തോളം ആർച്ച് ചെയ്യുന്നു അത്രത്തോളം ഈസി ആയിട്ട് നിങ്ങൾക്ക് ലെഗ് എടുക്കാൻ പറ്റും. എന്നിട്ട് ഓക്കെ, അല്ല ഇതിൽ ആർച്ച് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് ലെഗ്. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ലെഗാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റൈറ്റ് ലെഗ് എടുക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ, നെക്സ്റ്റ് നീ ലെവൽ വരെ നമ്മുടെ സ്ട്രോങ് ലെഗ് ബാക്കിലായിട്ട് പ്ലേസ് ചെയ്യണം. ഓക്കെ, സൈഡ് ബേസിൽ. എന്നിട്ട് നെക്സ്റ്റ് ലെഗ് ഈ 2 ഹാൻഡ്സിൻ്റെ മിഡിലായിട്ട്. തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, ഈ കൈ വിട്ടുക, മേളിൽ വരിക. റൈറ്റ് ലെഗ് വെക്കണം. നിങ്ങൾ സ്റ്റൈൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വശത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ എന്നിട്ട് നീസ് ബെൻഡ് ചെയ്യുക, സ്മൈൽ ചെയ്യുക, റൈഡ് ചെയ്യുക. ബോണ്ട് അടുത്തായിട്ട്. ഓക്കെ, 2 ഹാൻഡ്സ് റെയിൽസിൽ, അപ്പർ ബോഡി, ലോ ബോഡി. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ലെഗ്സ് എല്ലാം കുറച്ചുകൂടി മൂന്നുണ്ട്. ബോഡി വെരി മിഡിലായിട്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് ബ്രോ ലെഗ് ക്രോസ് ചെയ്യും. ഓക്കെ, ഹാൻഡ്സ് ഇതുപോലെ വെച്ചിട്ട് ആർച്ച്. ഇതാണ് ബോഡി പോസ്റ്റ്. ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് പാഡലിംഗ്. യാ, ഓക്കെ, ഗുഡ്. റെഡി ഫോർ ദ പോപ്പപ്പ്. കൈ അകത്തായിട്ട്, കുറച്ച് അകത്തായിട്ട് വെച്ചോ. ഫുള്ളി വയറിൽ തട്ടുന്നില്ല, ചെസ്റ്റിൽ ടച്ച് ചെയ്യും. ഓക്കെ, ആർച്ച്. സോ എത്രത്തോളം ആർച്ച് ചെയ്താൽ അത് ഈസിയായിട്ട് ലെഗ് എടുക്കാൻ. റൈറ്റ് ലെഗ് ഫോർവേഡ്. യാ, സ്റ്റേ ദെയർ. സൂപ്പർ ബ്രോ. മുട്ടിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട്. യാ, ഇതുപോലെ ലൂസ് ഇതുപോലെ. യാ, സൂപ്പർ. അടുത്ത ലെഗ് ഹാൻഡിൻ്റെ മിഡിലായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി എണീക്കും. ലെഫ്റ്റ് ലെഗ് സ്റ്റാൻഡ്. യാ, കം അപ്പ്, സ്ലോലി കം അപ്പ്. യാ, സ്റ്റേ ലോ. ഓക്കെ, സൂപ്പർ. സ്റ്റേ ദെയർ, ഡോണ്ട് മൂവ്. ഫുള്ളി മേലെ വന്നു ബ്രോ. അപ്പർ ബോഡി ഡൗൺ ചെയ്യേണ്ട. അപ്പർ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നോട്ടെ. ലോ ബോഡി മാത്രം ഡൗൺ ചെയ്താൽ മതി. അപ്പർ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ലോ ബോഡി മാത്രം ഡൗൺ. അപ്പർ ബോഡി സ്ട്രൈറ്റ്, ഫുള്ളി സ്ട്രൈറ്റ് ആയിരിക്കും. ഫുൾ എണീച്ചോ, അപ്പർ ബോഡി ഫുൾ പോക്കി. നീസാണ് ബെൻഡ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഹാൻഡ്സ് ഇതുപോലെ. ഇപ്പോൾ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രോ മക്കളെ എന്താ പറയേണ്ടത് ഒരു പിടുത്തമില്ല. കാരണം ഒരു എക്സൈറ്റ്മെന്റിൽ നിങ്ങൾ എന്ത് വിളിക്കണമെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല.
ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. താങ്ക്സ് ടു ആസിഫ് ബ്രോ. My pleasure, bro, to serve you. അപ്പോൾ ഞാൻ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ആക്ച്വലി ഞാൻ മാത്രം ട്രൈ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു, ബാക്കി 3 പേരും മടി പിടിച്ച് ചെയ്യല്ലാന്ന് പറഞ്ഞ് നിൽക്കണായിരുന്നു. നിർബന്ധിച്ച് കാല് വലിച്ച് ഇട്ട് ചെയ്യിപ്പിക്കണ ഇവന്മാരാ. എങ്ങനെയുണ്ടായിട്ടോ? ചെയ്തില്ലെങ്കിൽ അത് നഷ്ടമാണ്. എക്സ്പീരിയൻസ് ചെയ്യാം, സൂപ്പറാണ്. ഏറ്റവും കൂടുതൽ ചെയ്യല്ലാന്ന് പറഞ്ഞത് ഇവനാണ്. അവന്റെ വാക്കുകളാണ് നിങ്ങൾ ഈ കേൾക്കണത്. എങ്ങനെ ഉണ്ടായി? അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും ചെയ്യണം. ഒരു രക്ഷയില്ല. വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നല്ല, പക്ഷെ ഞങ്ങൾ ടൈം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങണത്. എന്തായാലും തീർച്ചയായിട്ടും 1 വട്ടം കൂടി 2 വട്ടം 3 വട്ടം ഒരു കോഴ്സ് തന്നെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പോ എത്ര ബ്രോ റേറ്റ് വന്നെ? എത്ര? ഒരു നമ്മള് 3 ഡേ കോഴ്സിന് 4000 ആണ് ചാർജ് ചെയ്യുന്നത്. വൺ ഡേ കോഴ്സിന് എത്ര? കോഴ്സിന് 1500 ആണ് ചാർജ് ചെയ്യുന്നത്. 1500 ആണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വരാ, ട്രൈ ചെയ്യാ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങളുടെ ബോർഡിന്റെ പേര്? മഹാലോ സർഫ് വർക്കല. മഹാലോ MAHALO മഹാലോ സർഫ് വർക്കല. വർക്കല. ഓക്കെ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ വരുമ്പോൾ എന്താ പറയുക, ട്രൈ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി വർക്കലയിൽ. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്.